ഞാൻ ചെയ്തിട്ടുള്ളൊരു കാര്യം അത് എത്തിക്സിനെതിരാണോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല. കഥ ഞാൻ പറഞ്ഞുതരാം. എനിക്കൊരു ക്രിയേറ്റീവ് ഏജൻസി ഉണ്ട്. ഒപ്പിക്ക കോൺസെപ്റ്റ് എന്നാണ് പേര്. എൻ്റെ ബയോയിൽ കയറിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. നമ്മൾ മെയിൻലി ബ്രാൻഡിങ്ങും മാർക്കറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത്. അപ്പം കുറച്ച് നാൾ മുന്നേ നമുക്ക് വന്നൊരു ക്ലയൻറ്റ് ഒരു മാർക്കറ്റിംഗ് ഏരിയയിലായിരുന്നു അവരുടെ റിക്വയർമെൻറ്റ്സ് കൂടുതലുണ്ടായിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഇടയിൽ അവരൊരു സജഷൻ മുന്നോട്ട് വെച്ചു, ലൈക്ക് റീബ്രാൻഡിങ് കൂടെ ചെയ്താൽ കൊള്ളാം എന്നുള്ള ഒരു സജഷൻ മുന്നോട്ട് വെച്ചു. അങ്ങനെ ആ സജഷൻ്റെ ഭാഗമായിട്ട് അവരെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും സർവീസിനെ പറ്റിയിട്ടും കൂടുതലായിട്ട് പഠിച്ച് മാർക്കറ്റ് സ്റ്റഡി നടത്തി റിസർച്ച് ചെയ്തിട്ടെല്ലാം അവർക്കൊരു ന്യൂ ബ്രാൻഡ് ഐഡൻറ്റിറ്റി നമ്മൾ ഡെലിവർ ചെയ്തു. എനിക്ക് പേഴ്സണലി അത് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു ഐഡൻറ്റിറ്റി ആയിരുന്നു ഞാൻ ചെയ്തതിൽ, അതേപോലെ നമ്മളെ ടീമിനും. പക്ഷേ അവരെ കുറച്ച് ഇൻറ്റേർണൽ ഇഷ്യൂസും ഉള്ളിലുള്ള കുറച്ച് പ്രശ്നങ്ങളും കാരണം റീബ്രാൻഡിങ് ചെയ്യാമെന്നുള്ള ഐഡിയ അവർ കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്തു. അവരത് എടുത്തിട്ടില്ല, നമ്മൾ കൊടുത്തിട്ടുള്ള ഐഡൻറ്റിറ്റി. അന്നേരം മുതൽ ആ ഒരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി തന്നെ ഹോണ്ട് ചെയ്ത് തുടങ്ങി. ലൈക്ക് നമ്മൾ ചെയ്തിട്ടുള്ളൊരു കാര്യം, അത്ര എഫേർട്ട് ഇട്ട് റിസർച്ച് ചെയ്തിട്ടുള്ളൊരു കാര്യം മാർക്കറ്റിലേക്ക് എത്തിയില്ലല്ലോ, അല്ലെങ്കിൽ ഒരു ബ്രാൻഡിൻ്റെ ഫേസ് ആയില്ലല്ലോ എന്നുള്ള കാര്യം അങ്ങനെ മനസ്സൊക്കെ എടുത്ത് അങ്ങനെ ഞാൻ കുറേ ചിന്തിച്ച് തുടങ്ങി. അങ്ങനെ ഇരിക്കുക കുറച്ച് ഏകദേശം ഒരു 1 ഇയറോളം കഴിഞ്ഞിട്ട് സെയിം പ്രൊഡക്റ്റിലും സർവീസിലും ഫോക്കസ് ചെയ്തിട്ടുള്ള വേറൊരു ക്ലയൻറ്റ് നമ്മൾ അപ്രോച്ച് ചെയ്തു. അതും ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു. അന്നേരം ഞാൻ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ആ സെയിം ഐഡൻറ്റിറ്റി ഇവരെ പേരിൽ ഡെലിവർ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് അവർക്ക് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിക്കൊണ്ട് അവർ ഇഷ്ടപ്പെട്ടുകൊണ്ട് അത് അവർ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതായത് രണ്ടാമത് വന്നിട്ടുള്ള ബ്രാൻഡ്. പക്ഷേ ഞാനിപ്പോൾ ആലോചിക്കുന്ന സമയത്ത് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് 0 എഫേർട്ടാണ് ഇട്ടിട്ടുള്ളത്. മുന്നേ വന്നിട്ടുള്ള ആ ക്ലയൻറ്റിന് വേണ്ടിയിട്ട് മാർക്കറ്റ് സ്റ്റഡി നടത്തി പ്രൊഡക്റ്റ് നോക്കി സർവീസ് നോക്കിയിട്ടെല്ലാം ചെയ്ത ഒരു ഐഡൻറ്റിറ്റിയാണ് ഞാൻ ഇവർക്ക് വേണ്ടി ഡെലിവർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ടെക്നിക്കലി നോക്കുമ്പം അവർ ഹാപ്പിയാണ്, മറ്റവർക്കും കുഴപ്പമില്ല, കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ടാണ് നടന്നിട്ടുള്ളത്. പക്ഷേ എത്തിക്കലി അത് ശരിയാണോ എന്നുള്ള ചിന്ത എന്നെ എപ്പോഴും ഇങ്ങനെ അലട്ടുന്നുണ്ട്. അത് ശരിയാണോ?